ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് കേരള PSC പരീക്ഷയിൽ ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഈ ഒരു ചോദ്യത്തിൽ നിന്നും ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് പരീക്ഷകളിലേക്ക് ചോദിക്കുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് പഠിച്ചെടുക്കാം. ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായ ഉത്തരം കണ്ടെത്തുക എന്നതാണ് നമ്മുടെ ചോദ്യം. മന്നത്ത് പത്മനാഭൻ അധ്യക്ഷനും കേളപ്പൻ സെക്രട്ടറിയുമായി ഒരു സത്യാഗ്രഹ കമ്മിറ്റി രൂപീകരിച്ചു. ഗാന്ധിജിയുടെ അനുവാദത്തോടെ കേളപ്പൻ 1932 സെപ്റ്റംബർ 22 ക്ഷേത്രനടയിൽ ഉപവാസം ആരംഭിച്ചു. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം 1932 ഒക്ടോബർ 2 കേളപ്പൻ ഉപവാസം അവസാനിപ്പിച്ചു. പയ്യന്നൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് കേളപ്പന്റെ നേതൃത്വത്തിൽ ഒരു കാൽനട സമര പ്രചാരണ ജാഥ പുറപ്പെട്ടു. ഇവിടെ തന്നിരിക്കുന്നതിൽ നമ്മുടെ ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. 1, 2, 3 എന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. മന്നത്ത് പത്മനാഭനാണ് ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ അധ്യക്ഷൻ അല്ലെങ്കിൽ പ്രസിഡന്റ്. നമുക്കറിയാം കേളപ്പനായിരുന്നു സെക്രട്ടറി. ഗാന്ധിജിയുടെ അനുവാദത്തോടെ കേളപ്പൻ 1932 സെപ്റ്റംബർ 22 ക്ഷേത്രനടയിൽ എന്താണ് ഉപവാസം ആരംഭിച്ചു. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം 1932 ഒക്ടോബർ 2 കേളപ്പൻ എന്ത് ചെയ്യുന്നു? ഉപവാസം അവസാനിപ്പിച്ചു. ഇനി നാലാമത് കൊടുത്തിരിക്കുന്ന പയ്യന്നൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് കേളപ്പന്റെ നേതൃത്വത്തിൽ ഒരു കാൽനട സമര പ്രചാരണ ജാഥ പുറപ്പെട്ടു എന്ന് പറഞ്ഞാൽ തെറ്റാണ്. അവിടെ TS സുബ്രഹ്മണ്യ തിരുമുമ്പ് എന്നാണ് അവിടെ കൃത്യമായിട്ട് വരേണ്ടത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ്. എന്നാൽ ഈ ഒരു ജാഥയുടെ മുൻനിരയിൽ ആരൊക്കെയുണ്ട്? കേളപ്പനും AKG ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ നേതൃത്വം കൊടുക്കുന്ന വ്യക്തി ആരാണ്? TS സുബ്രഹ്മണ്യ തിരുമുമ്പാണെന്ന കാര്യം ഓർക്കുക. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന നാലാമത്തെ തെറ്റാണ്. അപ്പോൾ എയും അതുപോലെ തന്നെ സിയും അതുപോലെ തന്നെ ഡിയും ഇതെന്താണ് 4 എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റ് വരുന്നുണ്ട്. അപ്പോൾ അത് തെറ്റാണ്. നമ്മൾ ഓൾറെഡി പഠിക്കുന്നതാണ്. ഈ പറയുന്ന ഗുരുവായൂർ സത്യാഗ്രഹ ജാഥയുടെ വോളണ്ടിയർ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു പേര് തന്നെയാണ് TS സുബ്രഹ്മണ്യ തിരുമുമ്പ്. പണ്ട് മുതൽ PSC ചോദിക്കുന്നതുമാണ്. ആ ഒരു കാര്യം അറിയുന്നത് കൊണ്ട് തന്നെ ഇവിടെ തന്നിരിക്കുന്ന നാലാമത്തെ തെറ്റാണ് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ എയും സിയും ഡിയും തെറ്റാണ്. ഓപ്ഷൻ ബിയിലേക്ക് നമുക്ക് പോകാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു ചോദ്യം എങ്ങനെയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടത് അല്ലേ? ഇവിടെ നോക്കുക, ഡിലീഷൻ മെത്തേഡിലൂടെയാണ് നമ്മൾ പോയത്. അതായത് എയും സിയും ഡിയും നമ്മൾ എന്ത് ചെയ്തു? പെട്ടെന്ന് പോയി ഡിലീറ്റ് ചെയ്ത് ഓപ്ഷൻ ബിയിലേക്ക് നമ്മൾ പോവുകയാണ് ചെയ്തത്. കാരണം മൂന്നാമത്തെയും രണ്ടാമത്തെയും സ്റ്റേറ്റ്മെന്റ് എല്ലാവരും കാണണമെന്നില്ല. എല്ലാവരും ആ സ്റ്റേറ്റ്മെന്റ് ഇതിനു മുമ്പ് പഠിക്കണമെന്നില്ല. പക്ഷെ നമുക്കറിയാവുന്നതാണ് നാലാമത്തത്. അപ്പോൾ അറിയുന്നതിൽ നിന്ന് നമുക്ക് പോയിട്ട് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും എന്നതാണ് ഈ ഒരു ചോദ്യത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്. അപ്പോൾ നമുക്കിനി ഗുരുവായൂർ സത്യാഗ്രഹത്തെക്കുറിച്ച് പഠിക്കാം. നാളെ ഒരു പരീക്ഷയ്ക്ക് ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ചോദ്യം വരുമ്പോൾ നമുക്ക് അവിടെ അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഇനി അങ്ങോട്ട് ഈ ഒരു ക്ലാസ്സിൽ നമുക്കൊന്ന് പരിചയപ്പെടാം. ഗുരുവായൂർ സത്യാഗ്രഹം 1931-32 കാലഘട്ടത്തിൽ നടന്ന ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റുകളിലേക്ക് വരാം. എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം എന്ന ലക്ഷ്യത്തിൽ നടന്ന ഗുരുവായൂർ സത്യാഗ്രഹം. എന്തായിരുന്നു ലക്ഷ്യം? എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം. ഇത് എടുത്തു പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വൈക്കം സത്യാഗ്രഹം ഒക്കെ കേൾക്കുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും ചിന്തിക്കും അത് ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ടതാണോ എന്ന്. പക്ഷേ കൃത്യമായി നമ്മുടെ ഈ അടുത്തുള്ള പല പരീക്ഷകളിലും അത് വന്നു കഴിഞ്ഞു. വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത് സഞ്ചാര സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട സത്യാഗ്രഹമാണ്. വൈക്കം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴികളിലൂടെ എല്ലാവർക്കും സഞ്ചാര സ്വാതന്ത്ര്യം എന്ന ലക്ഷ്യത്തിൽ വന്നാണ് വൈക്കം സത്യാഗ്രഹം. എന്നാൽ ഗുരുവായൂർ സത്യാഗ്രഹം കേരള ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ കൃത്യമായിട്ട് എല്ലാ ഹിന്ദുക്കൾക്കും ഗുരുവായൂർ ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശനം, അതായത് ക്ഷേത്ര പ്രവേശനവുമായി ബന്ധപ്പെട്ടതാണ് ഗുരുവായൂർ സത്യാഗ്രഹം എന്ന് പറയുന്നത്. ഇതിന് നേതൃത്വം നൽകിയത് ആരാന്ന് വെച്ചാൽ നമുക്കറിയാം കേളപ്പനാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ നേതാവ് ആര്? ഉത്തരമായിട്ട് വരേണ്ടത് കേളപ്പനാണ്. എന്നാൽ നേതൃത്വം നൽകിയ സംഘടന ചോദിക്കുകയാണെങ്കിൽ KPCC ആണ്, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയാണ്. അന്ന് ഗുരുവായൂർ ക്ഷേത്രം സ്ഥിതി ചെയ്തിരുന്ന താലൂക്ക് പൊന്നാനി താലൂക്കാണ്. ഈ ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കുന്നത് 1931 നവംബർ 1 ഇത് അവസാനിക്കുന്നത് 1932 ഒക്ടോബർ 2 ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ചെറിയൊരു ഇൻട്രൊഡക്ഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തുടക്കം അറിഞ്ഞിരിക്കേണ്ടത്. ലക്ഷ്യം എന്താന്ന് പഠിച്ചു? എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം. നേതൃത്വം നൽകിയ വ്യക്തിയാണ് കേളപ്പൻ. നേതൃത്വം നൽകിയ സംഘടന KPCC അല്ലെങ്കിൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി. ഇത് അന്ന് സ്ഥിതി ചെയ്യുന്ന താലൂക്ക് പൊന്നാനി താലൂക്ക്. നടന്ന കാലയളവ് 1931 നവംബർ 1 ആരംഭിച്ചു. 1932 ഒക്ടോബർ 2 അവസാനിച്ചു. ഗുരുവായൂർ സത്യാഗ്രഹ സമരത്തിന്റെ ആരംഭത്തെക്കുറിച്ചൊന്നറിയാം. 1931 വടകരയിൽ വെച്ചിട്ട് KPCC സമ്മേളനം ചേരുകയാണ്. JM സെൻഗുപ്തയാണ് ഈ ഒരു സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത്. ഈ ഒരു സമ്മേളനത്തിൽ കേളപ്പൻ ഒരു പ്രമേയം അവതരിപ്പിക്കുകയാണ്. എല്ലാ അവർണർക്കും ക്ഷേത്രപ്രവേശനം എന്ന ആ ഒരു പ്രമേയം അവതരിപ്പിക്കുന്നു. JM സെൻഗുപ്തയുടെ അധ്യക്ഷതയിൽ നടന്ന വടകര KPCC സമ്മേളനം ഈ പ്രമേയം പാസ്സാക്കുന്നു. തുടർന്ന് ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കാൻ തീരുമാനിക്കുകയാണ്.
ഇതേ തുടർന്ന് 1931 വർഷത്തിൽ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് പൊതുജനാഭിപ്രായം സ്വരൂപിക്കാനായിട്ട് നേതൃത്വം നൽകിയ 3 വ്യക്തികളാണ് കെ കേളപ്പൻ, ഉയ്യാരത്ത് ശങ്കരൻ, AK ഗോപാലൻ. സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് പൊതുജനാഭിപ്രായം സ്വരൂപിക്കാൻ നേതൃത്വം നൽകിയ വ്യക്തികൾ ആരെല്ലാം എന്ന് ചോദിച്ചാൽ കെ കേളപ്പൻ, ഉയ്യാരത്ത് ശങ്കരൻ, AK ഗോപാലൻ എന്നിവരാണ്. തുടർന്ന് 1931 സെപ്റ്റംബർ 25 ക്ഷേത്രപ്രവേശന ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിക്കുന്നു. ക്ഷേത്രപ്രവേശന ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചത് 1931 സെപ്റ്റംബർ 25 അതിനുശേഷം 1931 നവംബർ 1 സത്യാഗ്രഹം ആരംഭിക്കുന്നു. ഗുരുവായൂർ സത്യാഗ്രഹം എന്ന് പറയുന്ന ഈ ഒരു മേഖലയിലേക്ക് നമ്മൾ വരുമ്പോൾ, നമ്മൾ പഠിച്ചു മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ അവിടെ പരിചയപ്പെടുന്ന കുറച്ച് വ്യക്തിത്വങ്ങളുടെ പേര് ആദ്യമായിട്ടൊന്ന് പറയാം. കെ കേളപ്പൻ, മന്നത്ത് പത്മനാഭൻ, AK ഗോപാലൻ, TS തിരുമുമ്പ്, P കൃഷ്ണപിള്ള, VT ഭട്ടതിരിപ്പാട്, ആര്യപ്പള്ളം, P കമലാവതി. ഇവരെല്ലാം ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട നേതാക്കളാണ്. താഴെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട വ്യക്തികൾ ആരെല്ലാം എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഈ പേരുകളൊന്ന് അറിഞ്ഞിരിക്കുക. കെ കേളപ്പൻ, മന്നത്ത് പത്മനാഭൻ, AK ഗോപാലൻ, TS തിരുമുമ്പ്, P കൃഷ്ണപിള്ള, VT ഭട്ടതിരിപ്പാട്, ആര്യപ്പള്ളം, PM കമലാവതി. ഇതിൽ നമ്മൾ അവസാനം പറഞ്ഞ 2 പേരുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത വനിതകളാരെല്ലാം? ഉത്തരമായിട്ട് വരേണ്ട ഒന്ന് ആര്യപ്പള്ളം, മറ്റൊന്ന് PM കമലാവതിയാണ്. ഇതിൽ നമ്മൾ ആദ്യമായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത് കെ കേളപ്പനെ കുറിച്ചാണ്. കെ കേളപ്പൻ നമുക്കെല്ലാവർക്കും അറിയാം. കേരള PSC എത്രയോ തവണ റിപ്പീറ്റ് ചെയ്ത ചോദ്യം. കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന ആര്? കെ കേളപ്പനാണ്. 1931 വടകരയിൽ വെച്ച് നടന്ന KPCC സമ്മേളനത്തിൽ അവർണർക്ക് ക്ഷേത്രപ്രവേശനം അനുവദിക്കണമെന്ന പ്രമേയം അവതരിപ്പിച്ചത് കെ കേളപ്പനാണെന്ന് നമ്മൾ പറഞ്ഞു. ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കാൻ ഗാന്ധിജിയുടെ അനുവാദം വാങ്ങിയ നേതാവ് ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടതും കെ കേളപ്പനാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തി ആരെന്ന് ചോദിച്ചാൽ കെ കേളപ്പൻ. സംഘടന ചോദിക്കുകയാണെങ്കിൽ KPCC. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ് കെ കേളപ്പൻ. ഇവിടെ ഒരുമിച്ചൊന്ന് പഠിച്ചു വെക്കുക. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാൽ മന്നത്ത് പത്മനാഭനാണ്. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി ആണ് ആര്? കെ കേളപ്പൻ. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആണ് ആര്? മന്നത്ത് പത്മനാഭൻ. ഇത് പരസ്പരം മാറിപ്പോകാറുണ്ട്. ഇവിടെ മന്നത്ത് പത്മനാഭൻ എന്ന് എഴുതുമ്പോൾ അവിടെ നമുക്ക് കാണാൻ പറ്റും. അതായത് മന്നത്ത് പത്മനാഭൻ അദ്ദേഹമാണ് എന്ത്? പ്രസിഡന്റ്. ആ വെച്ചിട്ടൊന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി. കേളപ്പൻ എന്ന് എഴുതുമ്പോൾ അവിടെയും ഉണ്ട്, പക്ഷെ അത് ഇപ്പയാണ് അല്ലെ. പ്രസിഡന്റ് എന്ന് എഴുതുമ്പോൾ ഒരു ഉള്ളൂ. കേളപ്പൻ എന്ന് എഴുതുമ്പോൾ 2 ഉണ്ട്. അപ്പോൾ എന്താണ്? ഒരു മതിയല്ലോ. അപ്പോൾ ഒരു ഉള്ളത് എവിടെയാണ്? മന്നത്ത് പത്മനാഭനിലാണ്. അപ്പൊ അത് വെച്ചിട്ട് ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക. കാരണം ഇത് എവിടെയാണ് നമുക്ക് ഗുണം ചെയ്യാന്ന് വെച്ചാൽ NSSന്റെ ആദ്യത്തെ സെക്രട്ടറി ആര്? NSSന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആര്? ഈ ഒരു ഭാഗത്ത് ഇത് നേരെ തിരിഞ്ഞു വരും. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി ആര്? കെ കേളപ്പൻ. അപ്പൊ അത് നേരെ തിരിച്ചു വരും. NSSന്റെ ആദ്യത്തെ പ്രസിഡന്റ് കെ കേളപ്പൻ. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആര്? മന്നത്ത് പത്മനാഭൻ. NSSന്റെ ആദ്യത്തെ സെക്രട്ടറി ആരെന്ന് വെച്ചാൽ മന്നത്ത് പത്മനാഭൻ. അപ്പൊ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാൻ പാടില്ല? മാറിപ്പോകാൻ പാടില്ല. അതുകൊണ്ട് ഇത് ഏതെങ്കിലും ഒന്ന് പഠിച്ചിട്ട് നേരെ തിരിച്ചങ്ങോട്ട് പഠിച്ചു വെച്ചാൽ മതി. അപ്പൊ ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ട കെ കേളപ്പൻ. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി ആരെന്ന് ചോദിച്ചാൽ കെ കേളപ്പൻ. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാൽ മന്നത്ത് പത്മനാഭൻ. ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സത്യാഗ്രഹം അനുഷ്ഠിച്ച വ്യക്തി ആരെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും. ഉത്തരമായിട്ട് വരേണ്ടത് കെ കേളപ്പനാണ്. ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് 1932 സെപ്റ്റംബർ 21 അദ്ദേഹം സത്യാഗ്രഹം ആരംഭിക്കുന്നത്. തുടർന്ന് ഗാന്ധിജിയുടെ നിർദ്ദേശത്താൽ 1932 ഒക്ടോബർ 2 ഈ ഗുരുവായൂർ സത്യാഗ്രഹം അവസാനിക്കുന്ന സമയത്ത് കെ കേളപ്പൻ സത്യാഗ്രഹം അവസാനിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ആരുടെ നിർദ്ദേശത്താലാണ് സത്യാഗ്രഹം അവസാനിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ ഗാന്ധിജിയുടെ നിർദ്ദേശത്താലാണെന്ന കാര്യം ഓർത്തിരിക്കുക. 1931 വടകരയിൽ വെച്ച് നടന്ന KPCC സമ്മേളനത്തിൽ അവർണർക്ക് ക്ഷേത്രപ്രവേശനം അനുവദിക്കണമെന്ന പ്രമേയം അവതരിപ്പിച്ച വ്യക്തിയാരെന്ന് ചോദിച്ചാൽ കെ കേളപ്പനാണ്. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നു. ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കാൻ ഗാന്ധിജിയുടെ അനുവാദം വാങ്ങിയ നേതാവാരെന്ന് ചോദിച്ചാൽ കെ കേളപ്പനാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാരെന്ന് ചോദിച്ചാൽ കെ കേളപ്പനാണ്. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി ചോദിച്ചാൽ കെ കേളപ്പൻ. പ്രസിഡന്റ് ചോദിച്ചാൽ മന്നത്ത് പത്മനാഭൻ. NSSന്റെ കേസിലേക്ക് ഒരു നേരെ തിരിച്ചു പഠിക്കുക. NSSന്റെ ആദ്യത്തെ പ്രസിഡന്റാണ് കെ കേളപ്പൻ. NSSന്റെ ആദ്യത്തെ സെക്രട്ടറിയാണ് മന്നത്ത് പത്മനാഭൻ. ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട 1932 സെപ്റ്റംബർ 21 മുതൽ ഒക്ടോബർ 2 വരെ നിരാഹാരം അനുഷ്ഠിച്ചു. ഗാന്ധിജിയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് 1932 ഒക്ടോബർ 2 കെ കേളപ്പൻ നിരാഹാരം അവസാനിപ്പിച്ചത്. കേരളത്തിന്റെ പാടുന്ന പടവാൾ എന്നറിയപ്പെടുന്ന T സുബ്രഹ്മണ്യ തിരുമുമ്പ് ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട മറ്റൊരു വ്യക്തിത്വമാണ് T സുബ്രഹ്മണ്യ തിരുമുമ്പ്.
കേരളത്തിലെ പാടുന്ന പടവാൾ എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചാരാ? നമ്മുടെ കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയായ EMS നമ്പൂതിരിപ്പാടാണ്. ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ക്ഷേത്രപ്രവേശന ക്യാമ്പയിൻ സംഘടിപ്പിച്ചാരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ടി സുബ്രഹ്മണ്യ തിരുമുമ്പാണ്. 1931 ഒക്ടോബർ 21 മുതൽ 1931 ഒക്ടോബർ 31 വരെ കണ്ണൂരിൽ നിന്നും ഗുരുവായൂർ വരെ നടത്തിയ സത്യാഗ്രഹ പ്രചാരണ ജാഥയ്ക്ക് നേതൃത്വം കൊടുത്ത ആരാണ്? TS സുബ്രഹ്മണ്യ തിരുമുമ്പാണ്. ഈ ജാഥയിൽ K കേളപ്പനും AK ഗോപാലൻ എന്നിവരൊക്കെ എന്താണ് നേതൃത്വ നിരയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ സത്യാഗ്രഹ ജാഥയ്ക്ക് നേതൃത്വം കൊടുത്ത ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ടി സുബ്രഹ്മണ്യ തിരുമുമ്പാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഈ ജാഥയിൽ മുൻനിരയിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? K കേളപ്പൻ ഉണ്ടായിരുന്നു, AK ഗോപാലനൊക്കെ മുൻനിരയിൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട 4 വരികൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. തല നരയ്ക്കുവതല്ലന്റെ വിത്തത്വം, തല നരയ്ക്കാതരല്ലൻ യുവത്വം, കൊടിയ ദുഷ്പ്രഭുത്വത്തിന് തിരുമുമ്പിൽ തല കുനിക്കാത്ത ശീലമൻ യൗവനം. ഇത് ആരുടെ വരികളാണെന്ന് ചോദിച്ചാൽ ടി സുബ്രഹ്മണ്യ തിരുമുമ്പിന്റെ വരികളാണ്. തല നരയ്ക്കുവതല്ലന്റെ വൃത്തത്വം, തല നരയ്ക്കാത്തല്ലൻ യുവത്വവും, കൊടിയ ദുഷ്പ്രഭുത്വത്തിന് തിരുമുമ്പിൽ തല കുനിക്കാത്ത ശീലമൻ യൗവനം. ഇത് ആരുടെ വരികളാണ്? ടി സുബ്രഹ്മണ്യ തിരുമുമ്പിന്റെ വരികളാണെന്ന് കാര്യം ഓർക്കുക. ഇത് പിന്നീട് നമുക്കറിയാം VS അച്യുതാനന്ദൻ സാറ് അദ്ദേഹത്തിന്റെ ആ ഒരു മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് ഇത് ഉപയോഗിക്കുകയുണ്ടായിരുന്നു. അതിലൂടെയാണ് ഒരുപക്ഷെ നമ്മുടെ തലമുറയിലേക്കൊക്കെ ഇത് പ്രധാനമായിട്ടും കടന്നു വന്നത്. അപ്പോൾ ടി സുബ്രഹ്മണ്യ തിരുമുമ്പിന്റെ ഈ വരികൾ മുൻ കേരള മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ ഉപയോഗിച്ചിട്ടുണ്ട്. അതിലൂടെ എന്താണ് നമ്മുടെ തലമുറയ്ക്കും ഈ വരികൾ എന്താണ് കൂടുതൽ പ്രശസ്തിയിലേക്ക് എത്തുകയും ചെയ്തു. അപ്പൊ ഈ വരികൾ ആരുടെയാണെന്ന് ഓർത്തിരിക്കണം. തല നരയ്ക്കുവതല്ലന്റെ വൃത്തത്വം, തല നരയ്ക്കാത്തതല്ലൻ യുവത്വവും, കൊടിയ ദുഷ്പ്രഭുത്വത്തിന് തിരുമുമ്പിൽ തല കുനിക്കാത്ത ശീലമൻ യൗവനം. ആരുടെ വരികളാണ്? ടി സുബ്രഹ്മണ്യ തിരുമുമ്പിന്റെ വരികളാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരെന്ന് ചോദിച്ചാലോ ഉത്തരമായിട്ട് വരേണ്ടത് AK ഗോപാലനാണ്. ടി സുബ്രഹ്മണ്യ തിരുമുമ്പിന്റെ നേതൃത്വത്തിൽ കണ്ണൂരിൽ നിന്ന് ഗുരുവായൂരിലേക്കുള്ള സത്യാഗ്രഹ ജാഥയിൽ പങ്കെടുത്ത വ്യക്തിയാണ് ആര്? AK ഗോപാലൻ. അപ്പൊ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരെന്ന് ചോദിച്ചാൽ AK ഗോപാലനാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇവിടെ ഇതിനോടൊപ്പം തന്നെ അറിഞ്ഞിരിക്കുക AK ഗോപാലൻ വോളണ്ടിയർ ക്യാപ്റ്റൻ നമ്മൾ പറഞ്ഞു. ഇദ്ദേഹത്തെ അറസ്റ്റ് വരിക്കുന്നുണ്ട്. ഇതിനിടയിൽ ഇദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? അറസ്റ്റിലാവുന്നുണ്ട്. അതിനുശേഷം വോളണ്ടിയർ ക്യാപ്റ്റനായിട്ട് വരുന്ന വ്യക്തിയാണ് PM കമലാവതി. ഗുരുവായൂർ സത്യാഗ്രഹത്തെ തുടർന്ന് വോളണ്ടിയർ ക്യാപ്റ്റനായിരുന്ന AK ഗോപാലൻ അറസ്റ്റ് വരിക്കപ്പെട്ടപ്പോൾ പകരം വോളണ്ടിയർ ക്യാപ്റ്റൻ പദവിയിലെത്തിയ വ്യക്തിയാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിലെ വനിതാ നേതാവായിട്ടുള്ള PM കമലാവതി എന്ന കാര്യം ഒരുമിച്ചൊന്ന് പഠിച്ചു വെക്കുക. ഇപ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരാണ്? AK ഗോപാൽ. ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതിന് ശേഷം ആരാണ് വരുന്നത്? ഉത്തരമായിട്ട് വരേണ്ടത് PM കമലാവതിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്ത് നമുക്ക് പറഞ്ഞ പേരാണ് മന്നത്ത് പത്മനാഭൻ, ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ്. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി ആണെങ്കിൽ K കേളപ്പൻ എന്ന പേര് ഓർത്തിരിക്കുക. ഇനി അടുത്ത പേര് P കൃഷ്ണപിള്ളിയാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണിമുഴക്കിയ അബ്രാഹ്മണൻ ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് P കൃഷ്ണപിള്ളിയാണ്. ഉഷിരുള്ള നായർ മണി അടിക്കട്ടെ, എച്ചൽ പെറുക്കി നായർ അവരുടെ പുറമടിക്കട്ടെ എന്ന വാക്ക് ആരുടെയാണെന്ന് ചോദിച്ചാൽ P കൃഷ്ണപിള്ളിയുടെ വാക്കുകളാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണിമുഴക്കിയ അബ്രാഹ്മണൻ ആരെന്ന് ചോദിച്ചാൽ P കൃഷ്ണപിള്ളിയാണ്. ഉഷിരുള്ള നായർ മണിയടിക്കട്ടെ, എച്ചൽ പെറുക്കി നായർ അവരുടെ പുറമടിക്കട്ടെ എന്ന് പറഞ്ഞത് P കൃഷ്ണപിള്ളിയാണ്. ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഇനി നമുക്ക് അമ്പലങ്ങൾക്ക് തീ കൊളുത്താം എന്ന ലഘുലേഖനം പ്രസിദ്ധീകരിച്ച വ്യക്തിയാണ് VT ഭട്ടതിരിപ്പാട്. VT ഭട്ടതിരിപ്പാട് ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇനി നമുക്ക് അമ്പലങ്ങൾക്ക് തീ കൊളുത്താം എന്ന ലഘുലേഖനം പ്രസിദ്ധീകരിച്ച വ്യക്തിയാണ് VT ഭട്ടതിരിപ്പാട്. ഗുരുവായൂർ പ്രസംഗം നടത്തിയതിലൂടെ പ്രസിദ്ധനായ നവോത്ഥാന നായകൻ ആരെന്ന് ചോദിച്ചാൽ വാഗ്ഭടാനന്ദനാണ്. ഗുരുവായൂർ പ്രസംഗം നടത്തിയതിലൂടെ പ്രസിദ്ധനായിട്ടുള്ള നവോത്ഥാന നായകനാണ് വാഗ്ഭടാനന്ദൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത 2 വനിതാ നേതാക്കളാണുള്ളത്. അതിലൊന്ന് ആര്യാപ്പള്ളം, മറ്റൊന്ന് PM കമലാവതി. അതിൽ PM കമലാവതിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞു, ഗുരുവായൂർ സത്യാഗ്രഹത്തെ തുടർന്ന് വോളണ്ടിയർ ക്യാപ്റ്റനായിരുന്ന AK ഗോപാലൻ അറസ്റ്റ് വരിക്കപ്പെട്ടപ്പോൾ പകരം വോളണ്ടിയർ ക്യാപ്റ്റൻ പദവിയിലെത്തിയ വ്യക്തിയാണ് PM കമലാവതി. ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുകയും ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ 10ാം ദിവസം പ്രസംഗം നടത്തുകയും ചെയ്ത നവോത്ഥാന നായികയായിരുന്നു വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ആര്യാപ്പള്ളമാണ്. അപ്പൊ നമ്മളോട് പരിചയപ്പെട്ട മറ്റൊരു വനിതാ നേതാവാണ് ആര്യാപ്പള്ളം. അപ്പൊ അവരുമായി ബന്ധപ്പെട്ട് എന്താണ് പറഞ്ഞത്? ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുകയും ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ 10ാം ദിവസം പ്രസംഗം നടത്തുകയും ചെയ്ത നവോത്ഥാന നായികയാണ് ആര്യാപ്പള്ളം എന്ന പേര് ഓർത്തിരിക്കുക. ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുകയും ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ 10ാം ദിവസം പ്രസംഗം നടത്തുകയും ചെയ്ത നവോത്ഥാന നായിക ആര്യാപ്പള്ളമാണ്. അങ്ങനെ ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഇതിനിടയിൽ എന്ത് നടക്കുന്നുണ്ട്? ഒരു ജനഹിത പരിശോധന നടത്തുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇത്ര നേരം പറഞ്ഞത് ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട നേതാക്കളുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇനി നമ്മൾ ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ജനഹിത പരിശോധനയിലേക്ക് വരികയാണ്.
ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് പൊന്നാനി താലൂക്കിൽ ജനഹിത പരിശോധന നടക്കുന്നു. ജനഹിത പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയത് സി രാജഗോപാലാചാരിയാണ്. ആരാണ് നേതൃത്വം നൽകിയത്? സി രാജഗോപാലാചാരി. ജനഹിത പരിശോധന പ്രകാരം 77% സവർണർ അവർണരുടെ ക്ഷേത്രപ്രവേശനത്തെ അനുകൂലിച്ചെങ്കിലും ക്ഷേത്രപ്രവേശനം നൽകാൻ ഭരണകൂടം എന്ത് ചെയ്തില്ല? അനുമതി നൽകിയില്ല. അപ്പൊ എത്ര ശതമാനമാണ്? 77% സവർണരും എന്താണ് ഈ പറയുന്ന അവർണരുടെ ക്ഷേത്രപ്രവേശനത്തെ അനുകൂലിച്ചു. അപ്പൊ ജനഹിത പരിശോധന പ്രകാരം 77% സവർണർ അവർണരുടെ ക്ഷേത്രപ്രവേശനത്തെ അനുകൂലിച്ചെങ്കിലും ക്ഷേത്രപ്രവേശനം നൽകാൻ ഭരണകൂടം അനുമതി നൽകിയില്ല. അങ്ങനെ ഗുരുവായൂർ സത്യാഗ്രഹം 1932 ഒക്ടോബർ 2 ഗാന്ധിജിയുടെ ഒക്കെ നിർദ്ദേശപ്രകാരം എന്ത് ചെയ്യാണ്? അവസാനിക്കുകയാണ്. എന്നാൽ ഗുരുവായൂർ സത്യാഗ്രഹത്തെ തുടർന്ന് ക്ഷേത്രപ്രവേശനം ലഭിച്ചോ എന്ന് ചോദിച്ചാൽ ലഭിച്ചിട്ടില്ല. 1932 ഒക്ടോബർ 2 ഗുരുവായൂർ സത്യാഗ്രഹം അവസാനിച്ചു. പക്ഷെ അന്ന് ക്ഷേത്രപ്രവേശനം ലഭിക്കുന്നില്ല. മലബാറിൽ ക്ഷേത്രപ്രവേശന വിളംബരം വരുന്ന 1947 ജൂൺ 2 മലബാറിൽ ക്ഷേത്രപ്രവേശന വിളംബരം വരുന്നത്. ആ ഒരു വിളംബരം നടത്തിയതിന് ശേഷമാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ അവർണർക്ക് പ്രവേശനം ലഭിച്ചത്. പക്ഷെ ഈ വിളംബരത്തിലേക്കൊക്കെ നയിച്ച പ്രധാനപ്പെട്ട കേരള ചരിത്രത്തിലെ ഒരു കാര്യമാണ് ഇത് നാം ഇപ്പോൾ പഠിച്ച ഗുരുവായൂർ സത്യാഗ്രഹം എന്ന് പറയുന്നത്. 1932 ഒക്ടോബർ 2 ഗാന്ധിജിയുടെ ഒക്കെ നിർദ്ദേശപ്രകാരം ഈ പറയുന്ന ഗുരുവായൂർ സത്യാഗ്രഹം അവസാനിപ്പിക്കുന്നു. എന്നാൽ മലബാറിൽ ക്ഷേത്രപ്രവേശനം ലഭിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഗുരുവായൂർ സത്യാഗ്രഹത്തിലേക്കൊക്കെ അവർണർക്ക് പ്രവേശനം ലഭിക്കുന്നത് 1947 ജൂൺ 2 മലബാറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയതിന് ശേഷമാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ അവർണർക്ക് പ്രവേശനം ലഭിച്ച വർഷം ചോദിച്ചാൽ അപ്പോൾ ഏതാ? 1947 എന്ന കാര്യം ഓർത്തിരിക്കുകയാണ്. അപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ അവർണർക്ക് പ്രവേശനം ലഭിച്ച വർഷം നമ്മൾ പരിചയപ്പെട്ടു, 1947. ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റുകൾ. എല്ലാം പ്രീവിയസ് ആയിട്ട് പലപ്പോഴായിട്ട് പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ളതാണ്. ഒരിക്കൽ കൂടി ഒന്ന് കേട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പം നമുക്ക് തൊട്ട് മുമ്പ് നമ്മൾ പരിചയപ്പെട്ട ആ ഒരു ചോദ്യം, ആ ചോദ്യത്തിൽ നിന്നുള്ള ടോപ്പിക്ക്, അതാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തിയത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്, അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു.